ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരു അടിപൊളി ചിക്കൻ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിടെ എൻ്റെ അടുക്കളയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഏലക്കയും ഒരു കഷ്ണം പട്ടയും ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ തീ കുറച്ച് വെച്ചിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഇടുമ്പോൾ ഒരു നല്ല മണമാണ് കേട്ടോ ചിക്കൻ കറിക്ക്, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു കൈ ഫുള്ള് കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 4 ഉള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളി ചേർക്കുമ്പോൾ ഉപ്പൊന്നും ചേർക്കലില്ല. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. പക്ഷേ ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കാം. നമുക്ക് ഉള്ളി നല്ല പോലെ വഴറ്റിയെടുക്കാം മീഡിയം തീയിൽ വെച്ചിട്ട്. ഉള്ളി ഒരുവിധം വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടി നല്ലപോലെ ചേർത്ത് ഇളക്കിയെടുക്കും കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിബൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ കണ്ടിരുന്നോ എല്ലാവരും? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ലാലേട്ടൻ്റെ ലുക്കൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഷോ അല്ല, ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് നോക്കാമല്ലോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നല്ല എരിവുള്ള മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി ചില്ലി പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളറ് കിട്ടും ചിക്കൻ കറിക്ക്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഏകദേശം 2-2.5 ടേബിൾ സ്പൂണോളം ചേർത്തോളൂ കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് പൊടികൾ നല്ല പച്ചമണം മാറുന്നിടം വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് ചെറിയൊരു ചാറ് പോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവി പോലെ കിട്ടും. അപ്പോൾ നോക്കി നോക്കൂ, മസാലയൊക്കെ നല്ല പുരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇപ്പം തന്നെ ആയിരുന്നു. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ തക്കാളിയും നല്ലപോലെ ഈവനായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പം തന്നെ മസാല കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല കളറും ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മസാല എല്ലാ തക്കാളിയിലേക്കും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് ചെറുതായിട്ടൊരു ചാറ് പോലെ ആക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഗ്രേവി മാത്രമായിട്ടൊന്ന് വേവിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മൂടി വയ്ക്കാൻ പോവാണ്.
നമുക്കൊന്ന് തുറന്നിട്ട് തക്കാളി എല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം ഒരുവിധം തക്കാളി ഫുള്ള് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ള 2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മീഡിയം സൈസിലാണ് കട്ട് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലെഗ് പീസ് ഞാൻ കട്ട് ചെയ്യാറില്ല. ലെഗ് പീസ് എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ എടുക്കുക ചെയ്യുക. ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് എല്ലാം ഗ്രേവിയുടെ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ചിക്കൻ വേവുന്നിടം വരെ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ മസാല എല്ലാ ഭാഗത്തേക്ക് ആകുന്നിടം വരെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ മൂടി വെച്ച് വേവിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, എന്നാലും അടി പിടിക്കാതിരിക്കാൻ ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം ചിക്കൻ. ഇനി നമുക്കിതൊന്ന് എത്രത്തോളം ആയി എന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഏകദേശം ചിക്കൻ്റെ കളറൊക്കെ നല്ല മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരിത്തിരി വേവ് വന്നിട്ടുണ്ടാവും ഇപ്പം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവർക്കും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറി ഇഷ്ടമാണോ? ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ നല്ല പോലെ തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 ടീസ്പൂണ് ഫുള്ള് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഈ ചിക്കൻ മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വേവിക്കണം. അപ്പം ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ ഒരുവിധം എനിക്ക് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന എല്ലാ റെസിപ്പികളുടെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്കൊന്ന് ചെയ്യണം, പിന്നെ കമൻറ്റൊക്കെ പറയണം കേട്ടോ. അപ്പം ഞാൻ ഇതിലും നല്ല നല്ല വീഡിയോസൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ. പിന്നെ നമുക്കൊരു ടീസ്പൂണ് നല്ല ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക എല്ലാവരും. അപ്പോൾ ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ചും കൂടി വേവാനുണ്ട് ചിക്കൻ, അതും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഈ പാലൊന്ന് ചൂടാകുന്ന സമയം വരെ വെച്ചാൽ മതി. അപ്പോൾ ബാക്കി നമ്മുടെ ചിക്കൻ ഫുള്ള് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്നും കൂടി തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.